ഇന്നൊരു സ്ട്രോബെറി പെയിൻറ്റിങ് ചെയ്ത് നോക്കിയാലോ. ഒരു റിയലിസ്റ്റിക് പെയിൻറ്റിംഗ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എങ്ങനെ വരും എന്നുള്ളതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഹിമിയുടെ ഗുവാഷ് പെയിൻ്റാണ്. അത് ഞാനിതിൻ്റെ സ്ട്രോബെറീസിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഞാൻ ഓൾമോസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സ്ട്രോബെറീസിൻ്റെ ഷെയ്ഡിങ് ഒക്കെ ചെയ്യണം. നമ്മൾ ഫുൾ ഒരേ കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒറിജിനൽ ഫീലിലേക്ക് അത് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയ്ഡിങ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ചില സ്ട്രോബെറീസിനൊക്കെ കുറച്ച് ലീഫി സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് ടോപ്പിലായിട്ട് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. റിയൽ സ്ട്രോബെറീസ് പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഈ സ്ട്രോബെറിയുടെ സീഡ്സൊക്കെ ഇതേപോലെ ചെറുതായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഫിനിഷിങ് സ്റ്റേജാണ്. ഡീറ്റെയിലിംഗ് ഒക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ സ്റ്റിക്കറൊക്കെ അങ്ങ് പൊളിച്ച് കളയാം. അപ്പം ഇതാണ് നമ്മുടെ സ്ട്രോബെറിയുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യാം.